തമിഴ്നാട് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നെഹ്റു സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് ഉടൻ തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടമാണുള്ളത്. വിജയ് അങ്ങനെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 120 ഭൂരിപക്ഷം നേടി സത്യപ്രതിജ്ഞയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 4 തവണയോളമാണ് ഇതിനുവേണ്ടി ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നത് വിജയ്. ഇന്നലെ വൈകുന്നേരമാണ് വിജയ് ഗവർണറുമായി അവസാനം കൂടിക്കാഴ്ച നടത്തി ഈ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ വിജയ്ക്ക് സത്യപ്രതിജ്ഞയ്ക്കായി. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ, ഏറ്റവും ചരിത്രപരമായ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. നടൻ വിജയ് കേവലം 2 വർഷം മാത്രം പ്രായമുള്ള TVK എന്ന രാഷ്ട്രീയ പാർട്ടി നടൻ വിജയ് രൂപീകരിച്ച ശേഷം വലിയ ചലനമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ അവരുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ അനിശ്ചിതത്വമുണ്ടായിരുന്നു വിജയുടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച്. കാരണം ഈ ഭൂരിപക്ഷം തികയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ TVK കടന്നുപോയത്. ആദ്യം തന്നെ 107 സീറ്റുകൾ TVKക്ക് ലഭിച്ചു. 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മറ്റ് സീറ്റുകൾ തികയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ TVK മറികടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വഴി ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നീക്കങ്ങൾ ഇങ്ങനെയാണ്. കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ 5 സീറ്റുകൾ, 5 MLA-മാരുണ്ട്, 5 പേരുടെ പിന്തുണയും പരസ്യമായി തന്നെ വിജയ്ക്ക് പ്രഖ്യാപിക്കുന്നു. DMK സഖ്യം, ദീർഘകാലമായി DMKയുമായി ഉണ്ടായിരുന്ന സഖ്യം വിട്ടുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്നാൽ DMKയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു വിമർശനമോ രൂക്ഷമായ തരത്തിലുള്ള പ്രതികരണമോ ആ നീക്കത്തിനോട് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലൊക്കെ തന്നെ DMKയുടെ നേതാക്കൾ കോൺഗ്രസിനെ വിമർശിക്കുന്ന നിലയിലേക്ക് എത്തി എന്നത് വളരെ വസ്തുതാപരമായ ഒരു സംഗതിയായി നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ADMK ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ, അത് DMK സഖ്യം വഴി വന്നാൽ പോലും BJP അവിടേക്ക് കടന്നു കയറുമെന്ന് രാഷ്ട്രീയ ലോകം വിലയിരുത്തി, രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. അതുകൊണ്ട് തന്നെ DMK ഒന്ന് മടിച്ചു. AMDAക്ക് കൈ കൊടുക്കുന്നതിന് DMKക്ക് ഒരു തടസ്സമുണ്ടായത് BJP തമിഴ്നാട്ടിലേക്ക് കടന്നു കയറുമോ എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കത്തിന് DMK മുതിർന്നില്ല. അവിടെയാണ് വിജയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായത്. പിന്നീടും സീറ്റുകൾ തികയ്ക്കുന്നതിന് വേണ്ടിയുള്ള വെല്ലുവിളി വിജയുടെ മുന്നിലുണ്ടായിരുന്നു. അവിടെയാണ് CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്നീ കക്ഷികൾ വിജയ്ക്ക് രക്ഷകരായി എത്തിയത്. കാരണം ഒരുപക്ഷെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും എന്ന തരത്തിലുള്ള സൂചനകൾ വന്നു. അങ്ങനെ വന്നാലും തമിഴ്നാട്ടിലേക്ക് BJP കടന്നു കയറുന്ന സാഹചര്യമുണ്ടാകും. ഒരു 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 ദ്രാവിഡ രാഷ്ട്രീയം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തമിഴ്നാടിന് തുടരുക. ചെന്നൈയിൽ നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, അല്പസമയത്തിനകം തന്നെ വിജയ് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? വിജയ് ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശമാണ് ചെന്നൈ എങ്ങാനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയുടെ അണികൾ, ആരാധകർ, പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ പാർട്ടി കൊടികൾ കയ്യിലേന്തി പാർട്ടിയുടെ നിറമണിഞ്ഞ ഷാള് കഴുത്തിലിട്ട് ആവേശത്തോടെ വിസിലടിച്ച് ആ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പി ആർത്തെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പം തന്നെ പലർക്കും സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ചെന്നൈയിൽ 20 ഇടങ്ങളിലായിട്ട് വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം സത്യപ്രതിജ്ഞ തത്സമയം കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിലേക്ക് ചെന്നൈ നടന്നു കയറുകയാണ്. വിജയ് കൃത്യസമയത്ത് തന്നെ 8:45 തന്നെ ആ വിജയ് സ്റ്റേഡിയത്തിലേക്ക് എത്തി. 9:30 ഗവർണറും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടങ്ങും. 1 മണിക്കൂറോളം സത്യപ്രതിജ്ഞ നീളുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നവരും ഇതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, അത്യധികം നാടകീയ നീക്കങ്ങളായിരുന്നു ചെന്നൈയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നത്. സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിനെയും കാണേണ്ടത്. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഭരണത്തിലെത്തുമെന്ന് ആദ്യഘട്ടത്തിൽ ആരും കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് 108 സീറ്റ്, താൻ മത്സരിച്ച 2 സീറ്റിൽ വിജയമടക്കം 108 സീറ്റുകളിൽ വിജയ് ജയം നേടി.
പക്ഷേ അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് അകലെയായിരുന്നു. തുടർന്ന് നാടകീയ നീക്കങ്ങൾക്കാണ് ചെന്നൈ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ പിന്തുണ, അതിന് പിന്നാലെ ഗവർണർ അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. 4 തവണയാണ് അദ്ദേഹം ഗവർണറെ കണ്ടത്. ഏറ്റവും അവസാനം ഇന്നലെ VCKയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പിന്തുണച്ചതോടെ ഈ 120 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വിജയ്ക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ വിജയ് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുകയും തൊട്ട് അടുത്ത ദിവസമായ ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് തമിഴ്നാട് ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് വിജയുടെ സത്യപ്രതിജ്ഞ. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ച് മുഖ്യമന്ത്രിയാകുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായി വിജയ് മാറുകയാണ്. നമുക്കറിയാം തമിഴ്നാടിന്റെ ചരിത്രം, തമിഴ് സിനിമയും രാഷ്ട്രീയവും ഒക്കെ വളരെയധികം ബന്ധപ്പെട്ട് എഴുപിരിയാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ് രാഷ്ട്രീയത്തിലുള്ളത്. പക്ഷെ അവർ മുൻഗാമികളായ MGRനും ജയലളിതയ്ക്കൊക്കെ സാധിക്കാത്ത പോലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയം നേടി തമിഴ്നാടിന്റെ അമരത്തേക്ക് വിജയ്ക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത, സൂപ്പർ സ്റ്റാർ എന്നുള്ള അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത, അത് രാഷ്ട്രീയക്കാരനാകുമ്പോൾ, മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാകും ഈ ഒരു സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം രാഷ്ട്രീയം എന്നത് നമുക്കറിയാം പ്രായോഗിക തലത്തിൽ പല തരങ്ങളിൽ ചിന്തിക്കേണ്ട, ഒരാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത, ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട പല നയങ്ങളും സ്വയം തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള മെയ്വഴക്കം വിജയ് കാണിക്കുമോ? വിജയ് എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഉയരുന്നത്. എന്താണെങ്കിലും സൂപ്പർ സ്റ്റാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രിയായിട്ട് വിജയ് മാറുമ്പോൾ വിജയുടെ ഈ പരിചയക്കുറവ് എന്ന പ്രധാന വിമർശനം വിജയ്ക്ക് മറികടക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്താണെങ്കിലും തമിഴ്നാട്ടിലെ ജനതയുടെ അവരുടെ ഒരു കാത്തിരിപ്പിന് ഇവിടെ അവസാനമാവുകയാണ്. വിജയ് പ്രധാന മുഖ്യമന്ത്രിയായി ഇവിടേക്ക് ഇന്ന് ചുമതലയേൽക്കുന്നതോടെ വലിയ ഒരു മാറ്റത്തിന് കൂടി തുടക്കമാവുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ, CPI-യുടെ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങി പ്രമുഖരുടെ വലിയ നിര തന്നെയാണ് ഇപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലേക്ക് ചെന്നൈ നടന്നു നീങ്ങുകയാണ്. ചെന്നൈ ഈ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രധാന വഴികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കിലോമീറ്ററുകൾ നടന്നു വേണം ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുവാൻ. സ്റ്റേഡിയത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നത് കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ വിവിധ ഭാഗങ്ങളായി ഒരുക്കിയിട്ടുള്ള ഈ ഒരു സ്ക്രീനുകളിൽ വിജയുടെ സത്യപ്രതിജ്ഞ കണ്ട് സ്വാഭാവികമായിട്ടും അവിടേക്കായിരിക്കും ആളുകളുടെ ഒരു ഒഴുക്കും ഇനി കൂടുക. എന്താണെങ്കിലും വരും മണിക്കൂർ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്ലൈമാക്സിലേക്ക് തമിഴ്നാട് നടന്നെടുക്കുകയാണ്. ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി 10 മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്യും.